ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നല്ല സ്ട്രെങ്ത് കാണിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് ഇന്ന് നമുക്ക് കാണാൻ കഴിയും. നിഫ്റ്റി 200 പോയിന്റ് മുകളിലേക്ക് പോയിട്ട് 23,163 ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 23,097 ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ലെവലായിരുന്നു. അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അടുത്ത നെക്സ്റ്റ് റെസിസ്റ്റൻസ് ലെവൽ 23,234. അപ്പോൾ ഇന്നലെ ബാങ്കിങ് സെഗ്മെന്റിൽ RBIയുടെ ലിക്വിഡിറ്റി ഇൻഫ്യൂഷനായിട്ട് ബന്ധപ്പെട്ട് വന്ന വാർത്തയാണ് ഒരു ട്രിഗർ പോയിന്റ് ആയിട്ട് നമ്മുടെ മാർക്കറ്റിന് വലിയൊരു ഉണർവ് നൽകിയത്. ഇന്നാണെങ്കിൽ അമേരിക്കൻ ടെക് ഇൻഡെക്സ് ആയിട്ടുള്ള നാസ്ഡാക്കിൽ ഇന്നലെ ഉണ്ടായ തിരിച്ചുവരവ്, അതുപോലെ എൻവിഡിയ പോലെയുള്ള സ്റ്റോക്കുകളിൽ ഉണ്ടായ റിക്കവറി, ഇതൊക്കെ IT സ്റ്റോക്കുകളിൽ ഒരു റിക്കവറിക്ക് കാരണമായിട്ടുണ്ട്. കൂടാതെ വളരെയധികം താഴോട്ട് പോയി നിൽക്കുന്ന സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ് സെഗ്മെന്റിലുള്ള പല വാല്യൂ സ്റ്റോക്കുകളിലും നല്ല തോതിലുള്ള ബൈങ് നടന്നതായിട്ട് കാണാൻ പറ്റും. കൂടാതെ ക്രൂഡ് ഓയിൽ പ്രൈസിൽ ഉണ്ടായിട്ടുള്ള ഡ്രോപ്പ് അത് മൊത്തത്തിൽ ബുൾസിന് മാർക്കറ്റിൽ ഒരു ആധിപത്യം നേടാൻ സഹായകമായിട്ടുണ്ട്. അതുപോലെ ഇന്നലെ RBIയുടെ നീക്കം സ്വാഭാവികമായിട്ടും വരാൻ പോകുന്ന ബഡ്ജറ്റിൽ ചില പോസിറ്റീവായിട്ടുള്ള മെഷേഴ്സ് ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷ മാർക്കറ്റിലുണ്ട്. അത് കൺസംഷൻ വർദ്ധിപ്പിക്കുവാനും അതുപോലെ പുതിയ ജോബ് ക്രിയേഷനും ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ള അത്തരം തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ മാർക്കറ്റിൽ നിലവിൽ നിലനിൽക്കുന്നുണ്ട്. കൂടാതെ അമേരിക്കയിലെ FOMC മീറ്റിംഗ്, ഫെഡറൽ റിസർവിൻ്റെ മീറ്റിംഗ് നടക്കുകയാണ്. അപ്പോൾ ഫെഡറൽ റേറ്റ് കട്ടിൻ്റെ ആ ഒരു സ്റ്റാറ്റസ് എന്തായിരിക്കുമെന്ന് ഇന്ന് ഒരു പ്രസ്താവന സ്വാഭാവികമായിട്ടുണ്ടാവും. അപ്പോൾ ട്രംപ് റേറ്റ് കട്ടിന് അനുകൂലമായിട്ട് സംസാരിക്കുന്ന ആളായതുകൊണ്ട് തന്നെ ഇതിനെ വളരെ നേരിയൊരു പ്രതീക്ഷയോടെ കൂടിയാണ് ഇൻവെസ്റ്റേഴ്സ് കാണുന്നത്. തീർച്ചയായിട്ടും ഒരു റേറ്റ് കട്ടിൻ്റെ പോസിറ്റീവ് ന്യൂസുകൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ത്യൻ മാർക്കറ്റിൽ അതൊരു പോസിറ്റിവിറ്റി തീർച്ചയായിട്ടും സൃഷ്ടിക്കും. അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം Q3 റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സീസണിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നല്ല റിസൾട്ട് കാഴ്ചവെച്ചതും കൂടാതെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് താല്പര്യമെടുത്തതുമായ 7 സ്റ്റോക്കുകളെ കുറിച്ചാണ് ഈ വീഡിയോ പരാമർശിക്കുന്നത്. ഇതൊരിക്കലും ഒരു ബൈങ് റെക്കമെൻഡേഷൻ അല്ല. ഇവിടെ പരാമർശിക്കുന്ന പല സ്റ്റോക്കുകളും ഹൈ PE-യിലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ മീഡിയൻ PE എത്രയാണെന്ന് ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരം ഒരു കംഫർട്ട് ലെവലിലുള്ള PE-യിൽ എത്തുമ്പോൾ മാത്രമാണ് ഈ സ്റ്റോക്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി ഉള്ളൂ എന്നാണ് പറയാനുള്ളത്. അപ്പോൾ R4iലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അവിടെ ആദ്യത്തെ സ്റ്റോക്ക് ആംബർ എന്റർപ്രൈസസ് ആണ്. ഇന്ത്യയിലെ ലീഡിംഗ് റൂം എയർ കണ്ടീഷണർ എക്യുപ്മെന്റ് നിർമ്മാതാക്കളായിട്ടുള്ള ആംബർ എന്റർപ്രൈസസിന്റെ മാർക്കറ്റ് ക്യാപ്പ് ഏകദേശം 23,000 കോടിയുള്ള ഒരു മിഡ് ക്യാപ്പ് സെഗ്മെന്റിലുള്ള കമ്പനിയാണ്. ഇതിന്റെ റിസൾട്ടിൽ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 64% ജമ്പ് ഉണ്ടായിട്ടുണ്ട്. പ്രോഫിറ്റിൽ 7,573% ജമ്പാണ്. അതുപോലെ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ 76% പ്രോഫിറ്റ് ജമ്പും, അതുപോലെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ സെയിൽസിൽ 26% സെയിൽസ് ജമ്പും നമുക്ക് കാണാൻ പറ്റും. 0.96 ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ കാണിക്കുന്ന ഒരു കമ്പനി കൂടിയാണ്. ഈ കമ്പനിയിലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ കഴിഞ്ഞ ക്വാർട്ടറിലുള്ള സ്റ്റേക്ക് 2% കൂടുതൽ വർദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും 1.31% വർദ്ധിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഹൈ PE-യിൽ ഏകദേശം 100 PE-യിൽ ട്രേഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഇതിൻ്റെ മീഡിയൻ PE 85. അപ്പോൾ ഹൈയിൽ നിന്നും 19% കറക്റ്റ് ചെയ്ത ഒരു സ്റ്റോക്കാണിത്. അപ്പോൾ തീർച്ചയായും ഇതിൻ്റെ മീഡിയം PE നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ സ്റ്റോക്ക് ഗ്രാവിറ്റ ഇന്ത്യ ലിമിറ്റഡ് ആണ്. ഇത് ഇന്ത്യയിലെ ലാർജസ്റ്റ് ലെഡ് പ്രൊഡ്യൂസർ കമ്പനിയാണ്. മെറ്റൽ റീസൈക്ലിങ്ങിലും മറ്റ് സ്ക്രാപ്പ് റീസൈക്ലിങ്ങിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനി എന്നുള്ള നിലയിൽ വളരെയധികം ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ് ഗ്രാവിറ്റ ഇന്ത്യ. 14,631 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു സ്മോൾ ക്യാപ്പ് കമ്പനിയാണ്. ഇയർ ഓൺ ഇയർ സെയിൽസിൽ ഈ സ്റ്റോക്കിൽ 31% വർധനവും ഇയർ ഓൺ ഇയർ പ്രോഫിറ്റിൽ 29% വർധനവുമുണ്ട്. ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ 8% വർധനവും ക്വാർട്ടർ ഓൺ ക്വാർട്ടർ സെയിൽസിൽ 7% വർധനവുമുണ്ട്. ഈ കമ്പനിയുടെ ഡെറ്റ് പൊസിഷൻ നോക്കുകയാണെങ്കിൽ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ 0.60 ആണ്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് 0.11% സ്റ്റേക്ക് വർദ്ധിപ്പിക്കുകയും ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് 2% കൂടുതൽ സ്റ്റേക്ക് വർദ്ധിപ്പിക്കുകയും ചെയ്തതായിട്ട് നമുക്ക് Q3-യിൽ കാണാൻ പറ്റും. ഈ സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 54 എന്ന ലെവലിലാണ്. പക്ഷേ 5 ഇയേഴ്സിൻ്റെ മീഡിയൻ PE 19 മാത്രമാണ്. ഹൈയിൽ നിന്ന് 22% ഈ സ്റ്റോക്ക് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ ഈ മീഡിയൻ PE ലെവലിലേക്ക് സ്റ്റോക്ക് എത്രമാത്രം വരുന്നുണ്ട് എന്ന് നമുക്ക് നിരീക്ഷിക്കാവുന്നതാണ്. അടുത്ത സ്റ്റോക്ക് ആമി ഓർഗാനിക്സ് ലിമിറ്റഡ് ആണ്. ഇത് ഇന്ത്യയിലെ സ്പെഷ്യാലിറ്റി കെമിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ഈ കമ്പനി റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് മേഖലയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു മാനുഫാക്ചറിങ് മോഡലാണ് ഇവരുടേത്. 8,872 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു സ്മോൾ ക്യാപ്പ് കമ്പനിയാണിത്. ഇയർ ഓൺ ഇയർ സെയിൽസിൽ 65% ഒരു ഇൻക്രീസ് കാണാൻ പറ്റും. ഇയർ ഓൺ ഇയർ പ്രോഫിറ്റിൽ 168% വമ്പിച്ച ഒരു ജമ്പ് കാണാൻ പറ്റും. ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ 21% ജമ്പും ക്വാർട്ടർ ഓൺ ക്വാർട്ടർ സെയിൽസിൽ 11% ജമ്പുമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതൊരു സീറോ ഡെപ്റ്റ് കമ്പനി ആയിട്ടുള്ള ഈ ആമി ഓർഗാനിക്സ് അതിൻ്റെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് ഇപ്പോൾ 1.65% വർദ്ധിച്ചതായിട്ട് കാണാം. ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റേത് 0.30 ആയിട്ടും വർദ്ധിച്ചതായിട്ടും കാണാൻ പറ്റും. സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 76 ആണ്. മീഡിയൻ PE 54.2 ആണ്. ഹൈയിലാണ് ഇപ്പോൾ ഈ സ്റ്റോക്ക് ഉള്ളത്. വലിയ തോതിൽ കറക്റ്റ് ചെയ്യാത്തൊരു സ്റ്റോക്ക് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മീഡിയം PE-യിലേക്ക് വരുന്നത് വരെ കാത്തിരിക്കുന്നതായിരിക്കും നല്ലത്.
അടുത്ത സ്റ്റോക്ക് ഒറിയോൺ പ്രോ സൊല്യൂഷൻസ് ലിമിറ്റഡ് ആണ്. ഇവർ ബിസിനസ് സൊല്യൂഷൻസും സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റുകൾ അതുപോലെ കൺസൾട്ടൻസി സർവീസുകളൊക്കെ പ്രത്യേകിച്ച് ബാങ്കിങ് ഇൻഡസ്ട്രിയിൽ ഇന്ത്യയിലും അബ്രോഡും സർവീസ് ചെയ്യുന്ന കമ്പനിയാണ്. 8,234 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു സ്മോൾ ക്യാപ് കമ്പനിയാണ്. ഇയർ ഓൺ ഇയർ സെയിൽസിൽ 32% വർധനവും ഇയർ ഓൺ ഇയർ പ്രോഫിറ്റിൽ 26% വർധനവും ഈ സ്റ്റോക്കിൽ കാണാം. ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ 5% വർധനവും ക്വാർട്ടർ ഓൺ ക്വാർട്ടർ സെയിൽസിൽ 10% വർധനവുമുണ്ട്. ഡെറ്റ് ടു ഇക്വിറ്റി 0 ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് കൂടിയാണിത്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് 0.89%, ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് 1.29% വർദ്ധിച്ചതായിട്ട് നമുക്ക് കഴിഞ്ഞ ക്വാർട്ടറിൽ കാണാൻ പറ്റും. സ്റ്റോക്കിൻ്റെ PE 49.6 ആണ്. പക്ഷേ മീഡിയൻ PE 5 ഇയേഴ്സിൻ്റെ 11.9 മാത്രമാണ്. അതിൻ്റെ ഹൈയിൽ നിന്ന് 21% ഈ സ്റ്റോക്ക് ഇപ്പോൾ കറക്റ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. മറ്റൊരു സ്റ്റോക്ക് മനോരമ ഇൻഡസ്ട്രീസ് ആണ്. ഇത് നട്ട്സ് ആൻഡ് സീഡ്സിൽ നിന്ന് സ്പെഷ്യാലിറ്റി ഫാറ്റ്സ് ആൻഡ് ബട്ടർ നിർമ്മിക്കുന്ന ഒരു ഫുഡ് പ്രൊഡക്ട്സ് മാനുഫാക്ചറേഴ്സ് ആണ്. 6,134 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു സ്മോൾ ക്യാപ് കമ്പനിയാണ്. ഇയർ ഓൺ ഇയർ സെയിൽസിൽ 112% വർധനവും ഇയർ ഓൺ ഇയർ പ്രോഫിറ്റിൽ 297% വർധനവും ഈ സ്റ്റോക്കിൽ കാണാം. ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ 10% പ്രോഫിറ്റ് വർധനവും ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ 7% സെയിൽസ് വർധനവും ഈ സ്റ്റോക്കിൽ ഉണ്ടായിട്ടുണ്ട്. ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ 0.98 കാണിക്കുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണിത്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് 0.16% വർദ്ധിച്ചിട്ടുണ്ട്. ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് 2.91% വർദ്ധിച്ചിട്ടുണ്ട്. സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 75 ആണ്. 5 ഇയേഴ്സിൻ്റെ മീഡിയൻ PE 62.5 ആണ്. അപ്പോൾ ഹൈ PEയിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണ്. അതിൻ്റെ ഹൈയിൽ നിന്നും 16% താഴോട്ടേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. അടുത്ത സ്റ്റോക്ക് ഡൈനാമിക് കേബിൾസ് എന്ന് പറയുന്ന പവർ ഇൻഫ്രാ കേബിൾസ് നിർമ്മിക്കുന്ന കമ്പനിയാണ്. 1,994 കോടി മാത്രം മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു സ്മോൾ ക്യാപ് കമ്പനിയാണിത്. ഇയർ ഓൺ ഇയർ സെയിൽസിൽ 30% വർധനവും ഇയർ ഓൺ ഇയർ പ്രോഫിറ്റിൽ 110% വർധനവും ഈ സ്റ്റോക്കിൽ കാണാം. പ്രോഫിറ്റിൽ 14% വർധനവും സെയിൽസിൽ 7% വർധനവും കഴിഞ്ഞ പ്രീവിയസ് ക്വാർട്ടറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഡെറ്റ് ടു ഇക്വിറ്റി 0.35 മാത്രം കാണിക്കുന്ന ഈ സ്റ്റോക്ക് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് 0.87 കഴിഞ്ഞ ക്വാർട്ടറിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് 0.39% വർദ്ധിച്ചിട്ടുണ്ട്. സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 36.2 മീഡിയൻ PE 13.4 ആണ്. അതിൻ്റെ ഹൈയിൽ നിന്നും 24% ഈ സ്റ്റോക്ക് ഇപ്പോൾ കറക്റ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അടുത്ത സ്റ്റോക്ക് വിംറ്റ ലാബ്സ് ആണ്. ഇത് കോൺട്രാക്ട് റിസർച്ച് ആൻഡ് ടെസ്റ്റിംഗ് സർവീസസ് കമ്പനിയാണ്. 1,869 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു സ്മോൾ ക്യാപ് കമ്പനിയാണ്. ഇയർ ഓൺ ഇയർ സെയിൽസ് 21% വർധനവും ഇയർ ഓൺ പ്രോഫിറ്റിൽ 47% വർധനവും ഈ സ്റ്റോക്കിൽ ഉണ്ടായിട്ടുണ്ട്. ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ 44%, ക്വാർട്ടർ ഓൺ ക്വാർട്ടർ സെയിൽസിൽ 6%യും ഒരു പ്രീവിയസ് ക്വാർട്ടറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വർധനവ് ഉണ്ടായതായിട്ട് കാണാം. അതുപോലെ ഒരു സീറോ ഡെറ്റ് കമ്പനിയായിട്ടുള്ള ഈ സ്റ്റോക്കിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് 0.5% ഇൻക്രീസ് ആയിട്ടുണ്ട്. ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് 1.15% ഇൻക്രീസ് ആയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 32.4 മീഡിയൻ PE 23.4 ആണ്. അതിൻ്റെ ഹൈയിൽ നിന്ന് 20% ഈ സ്റ്റോക്ക് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പരാമർശിച്ച സ്റ്റോക്കുകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതെല്ലാം ഹൈ PEയിൽ ആണ് നമുക്ക് കാണാൻ കഴിയുക. അതിൻ്റെ മീഡിയം PEയേക്കാൾ വളരെ ഉയർന്ന നിലയിലാണ് പല സ്റ്റോക്കുകളും കാണുന്നത്. എങ്കിലും പല സ്റ്റോക്കുകളും നല്ല തോതിൽ കറക്റ്റ് ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ലെവലിലേക്ക് ഈ സ്റ്റോക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തുകൊണ്ട് നിരീക്ഷിക്കാവുന്നതാണ്. സ്റ്റോക്കുകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.